ഇതേ ആശയത്തോടെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. ഈ സങ്കീർത്തനം അതേ ആശയം തന്നെയാണ്. സങ്കീർത്തനം 66-ന്റെ 18 ആരെങ്കിലും പെട്ടെന്ന് വായിക്കാമോ? 10-15 മിനിറ്റ് സമയമുള്ളൂ. 66-ന്റെ 18 പെട്ടെന്ന് വായിക്കാമോ? അകൃത്യമുള്ളവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല കേട്ടോ. അനുഗ്രഹത്തിന്റെ വചനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ ആയിട്ട് സുഖിച്ചിരിക്കുമ്പോഴും ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാണ്, അകൃത്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കത്തില്ല. അതാണ് ഈ ദുഷ്ടന്റെ വഴി. അപ്പോൾ അകൃത്യമില്ലാത്തവരെ പോലെ അകൃത്യം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. പക്ഷേ എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അകൃത്യം ഇല്ല. നമ്മൾ പലപ്പോഴും നിലവിളിക്കാറുണ്ടല്ലോ, നമ്മളൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് പോകാത്ത ഉപവാസ പ്രാർത്ഥനയൊന്നുമില്ല. എവിടൊക്കെ ഉപവാസ പ്രാർത്ഥന അവിടെ എല്ലാം നമ്മൾ എന്തിനാണ്? വിടുതലിന് വേണ്ടി. പല വിടുതലാണ് നമുക്ക് വേണ്ടത്. രോഗത്തിന്റെ വിടുതൽ, സാമ്പത്തിക വിടുതൽ, കുടുംബജീവിതത്തിന്റെ വിടുതൽ, പല വിടുതലും നമുക്ക് ഇന്ന് വേണം. അപ്പൊ ഇങ്ങനെ വിടുതലുകൾ തേടി പോകുന്ന യാത്രയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അകൃത്യത്തെ നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് നമ്മൾ നിലവിളിക്കും, പലപ്പോഴും നിലവിളിച്ച് കരയാറുണ്ട്. യോശുവ നിലവിളിച്ചത് അയ്യോ കർത്താവേ, എന്താണെന്നറിയാമോ? എതിർ രാജ്യത്തിൽ വരുന്ന രാജ്യക്കാര് യോശുവ തകർക്കുവാൻ വേണ്ടി വരുവാണ്. തകർക്കുവാൻ വിടുന്നപ്പോൾ അയ്യോ കർത്താവേ എന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക. എങ്ങനെ നിലവിളിച്ചത്? മണ്ണിൽ കിടന്ന മണ്ണ് വാരി തലയിലെറിഞ്ഞ് സ്വന്തം വസ്ത്രത്തെ വലിച്ചു കീറിയ നിലവിളിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കരച്ചു വീണ ഇതൊക്കെ തന്നെ. പക്ഷെ യഹോവയുടെ അരുളപ്പാട് എങ്ങനെ ഉണ്ടായെന്നറിയാമോ? നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. പാപം ചെയ്യുന്നതിലൂടെ യഹോവ കൂടിയിരിക്കത്തില്ല കേട്ടോ. യഹോവ കൂടിയിരിക്കത്തില്ല. ആദ്യം നിന്റെ പാപത്തെ കഴുകിയിട്ട് തിരിച്ചു പോകാം, എന്നിട്ട് യുദ്ധത്തിൽ പോകാൻ. യോശുവ പാപം കഴുകാനായി പോയി. തിരിച്ച് യഹോവയുടെ അരുളപ്പാട്, നീ ഇറങ്ങിക്കോ യോശുവായി, നിന്റെ കൂടെ ഞാനുണ്ട്. രാജാവും അവിടുത്തെ ജനങ്ങളും ഇന്ന് നിന്റെ കയ്യിൽ തരുന്നു. അപ്പോൾ പാപത്തെ കഴുകിയപ്പോൾ വിജയം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ നിലവിളി ശബ്ദത്തിന്റെ ഉയർച്ച കേട്ടിട്ട് ദൈവം ഇറങ്ങി വരുമെന്ന് ആരും വിചാരിക്കില്ല കേട്ടോ. ഉള്ളിലെ പാവത്തെ കഴുകണം. ഈ മേശ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. പലപ്പോഴും മറന്നു പോകാറുണ്ട്. ശോധന ചെയ്യണം. മാസം പറയും ശോധന ചെയ്തിട്ട് ഇത് തൊടാവുന്നു. ശോധന ചെയ്യാൻ തൊടാത്തവരെല്ലാവരും രോഗികളാവുന്നു പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പുറത്തെ ആംഗിളുമായിട്ട് എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കുന്നു. ഇരുന്നാൽ ഭാവിയാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശോധന ചെയ്ത് ഇന്ന് നമ്മൾ ഇതിൽ പങ്കാളിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയേണ്ടത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാപ്പകൽ വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാലേ നമുക്ക് രക്ഷപ്പെട്ടു വരും, ഇല്ലയോ? നമ്മൾ രാവിലെയൊക്കെ ഇറങ്ങുമ്പോൾ ജോലിക്കുമ്പോൾ തിരക്ക് പിടിച്ച പ്രാർത്ഥന ഇറങ്ങി വരുമ്പോൾ സന്ധ്യാപ്രാർത്ഥന മുടക്കത്തില്ല. അപ്പോഴൊരു പ്രാർത്ഥന വേണേൽ കിടക്കുമ്പോൾ വായിക്കും. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തോ ധ്യാനം എന്നറിയോ? ഒരു വിഷയത്തെ നമ്മൾ കേന്ദ്രീകരിച്ച് വെക്കും. ആ വിഷയത്തെ തന്നെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പോകുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ ധ്യാനം പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാവോ? പ്രശ്നം വരുന്നു, ആ പ്രശ്നം മുന്നിൽ വെക്കുന്നു, ആ പ്രശ്നം ചിന്തിക്കുന്നു, പിന്നെയും ചിന്തിക്കുന്നു. ഇനി അടുത്തത് വായിച്ചോളാം. അവൻ ആചരത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. ഈ അവൻ ആരാണ്? അവൻ രാപ്പകൽ ധ്യാനിക്കുന്നവന്റെ കാര്യമാണ്. അവൻ നടുന്നത് എവിടെയാ? ആറിന്റെ അരികത്താണ്. നട്ടാൽ പ്രത്യേകത എന്തുവാ? സോഴ്സാണ്. വെയിലത്തും എത്ര ഇത് വന്നാൽ എത്ര കാലാവസ്ഥ വന്നു അടിയിൽ വെള്ളം വരും. ഇങ്ങനെ മിനറൽസും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൃത്യമായ സ്ഥലത്തെ നടത്തുള്ളൂ. അതാ പ്രത്യേകത. രാപ്പകൽ ധ്യാനിക്കുന്നവർ കൃത്യ ഫലം ഉള്ളിടത്തെ നടത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞത് എന്നെ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി തരും. ഈ വിശ്വാസമുള്ളവരെ പറയാൻ പറ്റുന്നത്, ഞാൻ രാപ്പകൽ എന്റെ വചനം വായിക്കുന്നതല്ല ധ്യാനിക്കുന്നവനാണ്. ആ ധ്യാനിക്കുന്നവരെ പറയാൻ പറ്റുള്ളൂ, തക്ക സമയത്ത് ഞാൻ ഫലം കായ്ക്കുന്നവനാണ്. തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവൻ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭയ്ക്കുള്ളിലാണെങ്കിലും മറ്റ് വിശ്വാസികൾ തമ്മിൽ സംസാരിക്കുവാണെങ്കിലും വാടിയ മുഖത്തോടാണ് സംസാരിക്കുന്നത്. പ്രത്യാശയില്ല. പറയുമ്പോൾ വിശ്വാസമാണ്. നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് എന്തുവാ? ഈ പ്രാർത്ഥന സഫലമായി. വചനം അങ്ങനെയല്ലേ പറയുന്നത്? ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് നടന്നു. പക്ഷെ നമ്മൾ ഇന്നും പ്രാർത്ഥിക്കും, നാളെയും പ്രാർത്ഥിക്കും, മറ്റന്നാളും പ്രാർത്ഥിക്കും. എവിടെ വിശ്വാസം? ഇതാണ് ചോദ്യം. എവിടെ വിശ്വാസം?
ഈ വിശ്വാസം ഇങ്ങനെ പോയാൽ ഈ പറയുന്ന ലിസ്റ്റുള്ള വിടുതലുണ്ടല്ലോ നമ്മളെ വിട്ടു പോകത്തതേ. അതുകൊണ്ട് നമ്മൾ രാപ്പകൽ അവന്റെ വചനത്തെ ധ്യാനിച്ച് മുന്നോട്ട് പോകും. ഇനി അടുത്തത് പറയുന്നത്, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് മാറ്റുന്ന പതിർ പോലെ അത്ര. ഇത്ര നേരം നീതിമാനാകുവാണെങ്കിൽ എന്തൊക്കെയാവുന്ന പറഞ്ഞു, ഇനി ദുഷ്ടന്മാരാകുവാണെങ്കിൽ എന്താവുന്ന പറയുന്നത്. ദുഷ്ടന്മാരായ കാറ്റ് മാറ്റുന്ന പതിർ പോലെ. പണ്ടത്തെ അമ്മച്ചിമാർ മറ്റേ പുറത്തിൽ അരി എടുത്തിട്ട് ഇത് കളയാൻ വേണ്ടി ഒന്ന് തട്ടും, വെയിറ്റുള്ള അരി താഴോട്ട് വരും, പുറത്തിൽ വീഴും. വെയിറ്റ് ഇല്ലാത്ത മറ്റേ പതിരല്ലേ, അത് പറന്നു പോകും. ഒന്നുകൂടെ പാറ്റും, പിന്നെ കുറച്ചുള്ളത് പോകും. മൂന്നാമത് പാറ്റ് ചിലപ്പോൾ കാണത്തില്ല. ഈ ദുഷ്ടന്മാർ അവസ്ഥ ഇതേ അവസ്ഥ തന്നെ കേട്ടോ. ദുഷ്ടന്മാർ അവസ്ഥ ഇതേ അവസ്ഥയാണ്. പാറും, ബലമില്ലാത്തതൊക്കെ പോകും. പക്ഷെ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മനുഷ്യരുടെ പ്രത്യേകത അറിയോ, ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ വരും ദൈവം കൊണ്ട് തന്നെയാണ്. ദുഷ്ടം തന്ത്രശാലിയാ കേട്ടോ. ദുഷ്ടം ഭയങ്കര തന്ത്രശാലിയാ. നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നമ്മളിങ്ങനെ ഈ പിശാചിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയാമോ, ദൈവത്തെ വിളിക്കുന്നു. ദൈവത്തെ വിളിക്കാതെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പതുക്കെ ദൈവത്തെ മാറ്റും. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പനെ വിളിക്കുക. ചില അനുഗ്രഹങ്ങൾക്ക് നമ്മൾ വിവരിക്കുക കുഴപ്പമൊന്നുമില്ല, എങ്ങനെയൊക്കെയാണ് ദൈവം നടത്തുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ടെമ്പററിയാണ്. പെർമനന്റായിട്ട് കിട്ടുന്ന ഒരു വചനം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പഴയ നിയമത്തിൽ സത്യം പറഞ്ഞാൽ ഈ പുസ്തകം നമുക്കിന്നുണ്ട്. പണ്ട് ഈ പുസ്തകവും ഇല്ല. യഹോവ നേരിട്ട് അളപ്പാട് പറ്റിയാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് ഈ പുസ്തകം നമ്മൾ പോകാത്ത പ്രാർത്ഥനയില്ല, വാട്സപ്പ് ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിലും നമ്മളുണ്ട്, ഇല്ലയോ? പക്ഷെ ഇന്നും വചനത്തിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോകും. അപ്പോ രാപ്പുകൾ ധ്യാനിക്കുക, അവന്റെ വചനം ഉള്ളിലുണ്ടെങ്കിൽ ഒന്നിനും ഒന്ന് ഭാരമില്ല. അതാ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണ്. സത്യം അറിയുമ്പോൾ സ്വതന്ത്രരാണ്. ഈ സ്വതന്ത്രം എന്ന് പറയാമോ, എന്തു വന്നാലും ഞാൻ ഭയപ്പെടുന്നു, എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ ദൈവം കൂടെ ഉണ്ടാവും. ഇതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ന് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല, സ്വാതന്ത്ര്യമില്ല. ഉള്ളവരുണ്ട് കേട്ടോ. ഇന്ന് നമ്മള് പല പ്രയാസങ്ങളും ഇങ്ങനെ ടെൻഷൻ ജീവിക്കുക, സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഈ പുത്രനെ അറിയുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൂടെ കിട്ടുന്ന ഒരു വിജയമുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഈ മുറവെടുത്ത് പറക്കുമ്പോൾ പറക്കുന്ന ദുഷ്ടന്മാരുണ്ടല്ലോ, ഈ നീതിമാര് വെക്കുന്ന ഒരു വീടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഭവനം പാറമേൽ വെക്കുന്ന ഭവനവും മണ്ണിന്റെ അടിയിൽ വെക്കുന്ന ഭവനവും. കാറ്റും പേമാഴിയും വരുമ്പോൾ മണ്ണിൽ വന്നത് എന്താണ് അവസ്ഥ? ഇതേ അവസ്ഥയാണ് ദുഷ്ടന്റെ അവസ്ഥ. പക്ഷെ നീതിമാൻ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയോ? പാറ ഫൗണ്ടേഷൻ ഉറപ്പാ. അപ്പൊ പിടിച്ചു വെച്ചു. ഈ വചനത്തെ മുറുകെ പിടിച്ചാൽ എത്ര കാറ്റ് വന്നാലും എത്ര വെള്ളം കയറി വന്നാലും ഒഴുകിക്കളയുവാൻ നമുക്ക് ഇന്ന് തൊട്ട് ഇതെല്ലാം ഒറ്റ കാര്യമുള്ളേ, അകൃത്യമുള്ളവല്ല പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ഈ വചനത്തിൽ അനുഗ്രഹം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ വാക്യം അനുഗ്രഹമാണെങ്കിൽ 4-ാമത്തെ വാക്യത്തിൽ ഈ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അനുഗ്രഹത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അതോടെ ആലോചിക്കണം. 4-ാമത്തെ വാക്യം വായിച്ചിട്ട് 5-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ശോധനയോടെ ഇന്ന് നമുക്ക് ഒരു ദിവസം തന്നെ വലിയ ഒരു ദിവസം നിങ്ങളുടെ കിടക്കയിലുള്ള എത്ര പേര് ഈ ലോകം വിട്ട് മൺമറന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കും. എന്തിനാണെന്നറിയാമോ? ശോധന ചെയ്ത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അപ്പനെ ഒന്ന് വാഴ്ത്തുവാനും എന്തെങ്കിലും അകൃത്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പനെ പോലെ നേറ്റ് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് എന്റെ അപ്പന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുക. യോശുവ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുക. വിജയം നമുക്കുള്ളതാകട്ടോ. നമ്മൾ വിജയിച്ചവരെ വിളിക്കുന്നവൻ അല്ലേ? മരണത്തിൽ നിന്ന് ഉയർത്തിട്ട് വിജയിച്ചവരെ വിളിക്കുന്നവൻ. ആ വിജയിച്ച ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഈ ജീവനുള്ള അഗ്നിയാകുന്ന വചനത്തെ മുറുകെ പിടിക്കുക. ഒരു കാര്യം ഞാൻ പറയപ്പെടുന്നു, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ആര് നശിപ്പിക്കും? ഇത് മാത്രമല്ല ദൈവത്തിന്റെ മന്ദിരം കേട്ടോ. ഈ ശരീരമാണല്ലോ അപ്പന്റെ മന്ദിരമാണ്. കോപം കാണിക്കരുത്, ദേഷ്യം കാണിക്കരുത്, കേൾക്കേണ്ടത് ഏതാ കേൾക്കേണ്ടാത്ത ഏതൊക്കെ കൃത്യമായിട്ട് കാണിച്ചതിന് പുസ്തകമായി കേട്ടോ. കേൾക്കേണ്ടത് ഏതാ, കാണേണ്ടത് ഏതാ, പറയേണ്ടത് ഏതാ. ഈ നാവിൽ നമുക്ക് അധികാരം ജീവന്റെയും മരണത്തിന്റെ അധികാരത്തോടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിലുള്ളത് മാത്രം ഫോളോ ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മളായിട്ട് മാറ്റി വെക്കുവാണെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ ഒരു സുവിശേഷം നിർത്തുന്നു. നന്ദി.